أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബാക്കിലിരിക്കുന്ന രണ്ടുപേര് കുറേ നേരമായി വർത്താനം പറയുന്നു, ഫോണെടുത്ത് കളിക്കുന്നു. ജുമയുടെ മഹത്വം മനസ്സിലാക്കുക. ശാരീരികമായി ബുദ്ധിമുട്ടൊന്നുമില്ലാത്തവരാണെങ്കിൽ ആ ചെറുപ്പക്കാരൊക്കെ മുമ്പോട്ട് കയറി സ്വപ്പ് പൂർത്തിയാക്കിയിരിക്കുക. സഹോദരങ്ങളെ, നാം നിലകൊള്ളുന്നത് ശഅബാൻ മാസത്തിലാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസം ഒഴിച്ച് അഥവാ നിർബന്ധ നോമ്പിന് പുറമെ സുന്നത്ത് നോമ്പുകൾ എടുത്ത മാസങ്ങളെ നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പ് അനുഷ്ഠിച്ച മാസമാണ് ശഅബാൻ മാസം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ലം യകുനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. ശഅബാൻ മാസത്തേക്കാൾ മറ്റൊരു മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകൾ അധികരിപ്പിച്ചിരുന്നില്ല എന്നാണ്. അഥവാ ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ച മാസമാണ് ശഅബാൻ മാസം. ഈ ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത്, ശഅബാൻ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ എടുക്കൽ പ്രത്യേകം ശ്രേഷ്ഠകരമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് പതിവാക്കിയ മാസമാണ് ശഅബാൻ മാസം. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം നസായി ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസിൽ നമുക്ക് കാണാം, അൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസത്തേക്കാൾ കൂടുതലായി മറ്റൊരു മാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ അഥവാ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ, ശഅബാൻ മാസത്തിൽ നോമ്പ് പതിവാക്കിയതുപോലെ അധികരിപ്പിച്ചതുപോലെ മറ്റൊരു മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നമുക്ക് കാണാം. ഖാല, അവിടുന്ന് പറയുകയാണ് ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. യഗ്ഫുലുൻ നാസു അൻഹു, ജനങ്ങൾ അതിനെപ്പറ്റി അശ്രദ്ധയിലാകുന്നത് ആ മാസത്തെ പറ്റി. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ മാസത്തെ കുറിച്ച് അശ്രദ്ധരാകുന്നു. ബൈന റജബിൻ വ റമദാൻ, റമദാനിന്റെയും റജബിന്റെയും ഇടയിലായി കടന്നു വരുന്ന ശഅബാൻ മാസം ആളുകൾ വേണ്ടത്ര പരിഗണിക്കാറില്ല. റജബ് മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ മിൻഹാ അർബഅത്തുൻ ഹുറും, 4 ആദരണീയമായ പവിത്രമായ മാസങ്ങളെ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ആ പവിത്ര മാസങ്ങളിൽപ്പെട്ട മാസമാണ് റജബ് മാസം. അതുകൊണ്ട് ആ റജബ് മാസത്തെ കുറിച്ച് എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരും ചർച്ച ചെയ്യും, എല്ലാവരും പരിഗണിക്കും. ശഅബാനിന് മുമ്പുള്ള റജബ് മാസം പവിത്രമായ മാസങ്ങളിൽപ്പെട്ടതാണ്. ശഅബാനിന് ശേഷം വരാനിരിക്കുന്ന മാസം ഏതാണ്? റമദാൻ മാസമാണ്. ആ റമദാൻ മാസത്തിന്റെ പോരിശ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ റമദാനിനെ സംബന്ധിച്ച് കാര്യമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആരാധനകൾ അധികരിപ്പിക്കുന്ന മാസമാണ്. ഷഹ്റുസ് സിയാമാൻ, ഷഹ്റുൽ ഖിയാമാൻ, ഷഹ്റുസ് സ്വബറാൻ, ഷഹ്റുസ് സ്വദഖയാൻ, ഷഹ്റുൽ മുബാറക്കാൻ. അതുപോലെ തന്നെ ഷഹ്റു മഗ്ഫിറയാണ്, ഷഹ്റു ഇത്ഖും മിനന്നാറാണ്, ഷഹ്റുൽ മുവാസാത്താണ്. റമദാൻ എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ മാസമാണ്, സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്ന മാസമാണ്, ക്ഷമയുടെ മാസമാണ്, സ്വദഖയുടെ മാസമാണ്, അനുഗ്രഹീതമായ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്, നരകമോചനത്തിന്റെ മാസമാണ്, പരസ്പര സഹകരണത്തിന്റെ മാസമാണ്. അതുകൊണ്ട് റമദാനിനെയും എല്ലാവരും പരിഗണിക്കും. എന്നാൽ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ കടന്നു വരുന്നതായ ശഅബാൻ മാസം എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭൂരിഭാഗവും ആ മാസത്തെ കുറിച്ച് അശ്രദ്ധരായിത്തീരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മാസത്തിൽ കൂടുതലായി സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവ നാം കൂടുതലായി സുന്നത്ത് നോമ്പെടുക്കേണ്ട മാസമാണ്. ഏത് മാസം? ശഅബാൻ മാസം. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ട മാസമായ ശഅബാൻ മാസത്തിലാണ് ഞാൻ നിങ്ങളും നിലകൊള്ളുന്നത് എന്ന് നമ്മൾ ആരും മറന്നു പോകാൻ പാടില്ല. പിന്നെയോ മറ്റൊരു പ്രത്യേകത, ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ മാസം. അഥവാ ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഉയർത്തപ്പെടുന്നത്, അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന 4 സന്ദർഭങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഈ 4 സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ മലക്കുകൾ പ്രദർശിപ്പിക്കുന്നത് ഡെയിലി ഒരു പ്രദർശനമുണ്ട്, ഡെയിലി ഉണ്ട്, 2 തവണ, ഒരു ദിവസം 2 തവണയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന സുദീർഘമായ ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യതആഖബൂന ഫീകും, പ്രവാചകൻ പറയുകയാണ്, നിങ്ങളിൽ മാറി മാറി വരുന്ന അഥവാ തുടർച്ചയായി വരുന്ന മലക്കുകളുണ്ട്. മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ, പകലിന്റെ മലക്കുകളും രാത്രിയുടെ മലക്കുകളും. അഥവാ രാത്രിയും പകലും മാറി മാറി നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളുണ്ട്. വയജ്തമിഊന, ആ 2 കൂട്ടർ മലക്കുകളും അഥവാ പകലിന്റെയും രാത്രിയുടെയും മലക്കുകൾ ഒരുമിച്ച് കൂടുന്നു. ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്രി, 2 സന്ദർഭങ്ങളാണ്. ഒന്ന് ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്രി, ഫജ്ർ നമസ്കാരത്തിന്റെ അഥവാ സുബഹി നമസ്കാരത്തിന്റെ സമയം. മറ്റൊന്ന് അസ്ർ നമസ്കാരത്തിന്റെ സമയം. അഥവാ ഇന്ന് സുബഹിക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ സുബഹി മുതൽ അസ്ർ വരെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുകയാണ്. അസ്റിന്റെ സമയമായാൽ ആ മലക്കുകൾ തിരിച്ചു പോകുന്നു. അടുത്ത ഷിഫ്റ്റ്, അടുത്ത കൂട്ടർ മലക്കുകൾ അസ്റിന്റെ സമയത്ത് ഇറങ്ങി വരുന്നു. ഇങ്ങനെ പകലിന്റെയും രാത്രിയുടെയും മാറി മാറി വരുന്ന
ഡ്യൂട്ടി ഏറ്റെടുക്കാനായി വരുന്ന ഈ മലക്കുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന രണ്ട് സന്ദർഭമാണ്. ഒന്ന് സുബഹിന്റെ സമയമാണ്, ഒന്ന് അസറിന്റെ സമയമാണ്. ഇന്നലെ അസറിന് നമ്മിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ നമ്മുടെ അസർ മുതൽ, ഇന്നലത്തെ അസർ മുതൽ ഇന്ന് സുബഹി വരെയുള്ള നാം ചെയ്ത സകല കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തി ഇന്ന് സുബഹിന്റെ സമയത്ത് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു, പ്രദർശിപ്പിച്ചു. സുബഹിന്റെ സമയത്ത് ഇറങ്ങി വന്ന മലക്കുകൾ ഇനി അസറിന്റെ സമയമാകുമ്പോൾ അവർ തിരിച്ചു പോകും. അവരെന്ത് ചെയ്യുന്നു? സുബഹി മുതൽ അസർ വരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ പോലും എല്ലാം കൃത്യമായി മലക്കുകളെ എഴുതി രേഖപ്പെടുത്തി റെക്കോർഡാക്കി അത് അള്ളാഹുവിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രവാചകൻ പറയാണ്, നിങ്ങളിൽ കഴിച്ചു കൂട്ടിയ മലക്കുകൾ അവരിങ്ങനെ കയറിപ്പോകും ആകാശ ലോകത്തേക്ക്. അവർ ചെല്ലുമ്പോൾ, ഡ്യൂട്ടി കഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ഫയസ്അലുഹും റബ്ബുഹും, അവരോട് അവരുടെ റബ്ബ് ചോദിക്കും, വഹുവ അഅലമു ബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ പറ്റി ഏറ്റവും കൂടുതലായി അറിയുന്നത്. അഥവാ നമ്മളെ പറ്റി അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നത്. നമ്മളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ അള്ളാഹുവാണ്. എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഡ്യൂട്ടി കഴിഞ്ഞ് ആകാശ ലോകത്തേക്ക് തിരിച്ചു വരുന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എങ്ങനെയാണ് എന്റെ അടിയാന്മാരെ വിട്ടേച്ചു പോകുന്നത്? അഥവാ നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകളുടെ അവസ്ഥ എന്താണ്? അവർ ഏതൊരു സാഹചര്യത്തിലായിരുന്നു? ആ സമയത്ത് ഫയഖൂലൂന, ആ മലക്കുകൾ വിളിച്ചു പറയുകയാണ്, തറക്നാഹും വഹും യുസല്ലൂൻ, റബ്ബേ ഞങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോരുമ്പോ, ഞങ്ങൾ അവരെ വിട്ടേച്ച് കയറി വരുമ്പോ, തറക്നാഹും വഹും യുസല്ലൂൻ, അവർ നമസ്കാരത്തിലാണ്. സുബഹിന്റെ സമയത്ത് കയറിപ്പോയ മലക്കുകളോട് അള്ളാഹു ചോദിച്ചു, നിങ്ങൾ വരുമ്പോ എന്റെ അടിമകൾ ഏതവസ്ഥയിലാണ്? സുബഹി നിസ്കരിക്കാണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. മലക്കുകൾ എന്ത് പറയും? തറക്നാഹും വഹും യനാമൂൻ, ഞങ്ങൾ വരുമ്പോ അവർ ഉറക്കത്തിലാന്ന് പറയും. സുബഹി നമസ്കാരത്തിന് പങ്കെടുത്ത ആളുകളെ പറ്റി മലക്കുകൾ പറയാണ്, തറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരെ വിട്ടേച്ചു പോരുമ്പോ അവർ നമസ്കാരത്തിലാണ്. മാത്രമല്ല വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ അവരിലേക്ക് ചെല്ലുമ്പോഴും അവർ നമസ്കാരത്തിലാണ്. അഥവാ ഇന്നലെ അസറിൽ വന്ന മലക്കുകൾ ഇന്ന് സുബഹിക്ക് കയറിപ്പോയി. അസർ നമസ്കാരത്തിന്റെ സമയത്ത്, സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് ഇങ്ങനെ രണ്ട് ഷിഫ്റ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുള്ളത്. സുബഹി മുതൽ അസർ വരെയുള്ള സകല കാര്യങ്ങളും ഒരു കൂട്ടർ മലക്കുകൾ രേഖപ്പെടുത്തുന്നു. അസർ മുതൽ സുബഹി വരെയുള്ള സകല കാര്യങ്ങളും ഒരു കൂട്ടർ മലക്കുകൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹു ചോദിക്കും, നിങ്ങൾ വരുമ്പോൾ എന്റെ അടിയന്മാരുടെ അവസ്ഥ എന്താ? മലക്കുകൾ പറയാം, ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ നിസ്കാരത്തിലാണ്, ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നമസ്കാരത്തിലാണ്. ഇങ്ങനെ ഒരു ദിവസം ഡെയിലി 2 റിപ്പോർട്ട് അള്ളാഹുവിന്റെ മാലാഖമാർ നമ്മളെ പറ്റി അള്ളാഹുവിന്റെ മുന്നിൽ കൃത്യമായി എല്ലാം റെക്കോർഡ് ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ ഏൽപ്പിക്കുകയാണ്. ഡെയിലി എന്റെയും നിങ്ങളെയും പറ്റി 2 റിപ്പോർട്ട് മലക്കുകൾ കൊടുക്കുന്നു. അതെല്ലാം അള്ളാഹുവിന്റെ പക്കൽ കൃത്യമായി അവിടെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യപ്പെടുകയാണ്. ഇതൊരു സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്, ഡെയിലി റിപ്പോർട്ടിന് പുറമെ ആഴ്ചയിൽ നൽകുന്ന 2 റിപ്പോർട്ടുകളുണ്ട്. ഡെയിലിക്ക് പുറമെ വീക്കിലി, എല്ലാ ആഴ്ചയിലും 2 റിപ്പോർട്ടുകൾ സമർപ്പിക്കപ്പെടുകയാണ്. അത് എപ്പോഴാണ്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈൻ വൽ ഖമീസ്, തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യരുടെ അമലുകൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയാ, എന്റെ അമലുകൾ മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ദിവസത്തിൽ ഒരു നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. തിങ്കൾ വ്യാഴം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചു. നമ്മളോട് സുന്നത്ത് നോമ്പ് പിടിക്കാൻ പറഞ്ഞ ദിവസങ്ങളാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങൾ. അതിന്റെ കാരണം പ്രവാചകൻ പറഞ്ഞത്, തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ മലക്കുകൾ എന്ത് ചെയ്യുന്നു? മനുഷ്യന്റെ അമലുകൾ അല്ലാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും. തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ളത് വ്യാഴാഴ്ച സമർപ്പിക്കും. പിന്നെ വ്യാഴാഴ്ച രാത്രി മുതലുള്ളത്, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മുതലുള്ളത്, അവിടെ നിന്ന് അങ്ങോട്ട് തിങ്കളാഴ്ച വരെയുള്ള നമ്മുടെ രാത്രി
പകല്, സംസാരം, കേൾവി, കാഴ്ച, ഇടപെടൽ, നമ്മുടെ സാമൂഹ്യമായ പെരുമാറ്റങ്ങൾ, കുടുംബത്തിലുള്ള നമ്മുടെ രീതികൾ, ഇങ്ങനെയുള്ള മനുഷ്യന്റെ രഹസ്യവും പരസ്യവുമായ സകല കാര്യങ്ങളും ആഴ്ചയിൽ 2 റിപ്പോർട്ടുകൾ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അവൻ ഡെയിലി 2 റിപ്പോർട്ടിന് പുറമെ ആഴ്ചയിൽ എന്റെയും നിങ്ങളെയും പറ്റി എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കിയ 2 രേഖകൾ മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. പ്രവാചകൻ പറയാ, എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ മലക്കുകൾ കാണിക്കുമ്പോൾ ഒരു നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. മറ്റൊരു ഹദീസിൽ കാണാം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂമുൽ ഇത്നൈൻ വൽ ഖമീസ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ നോമ്പെടുക്കുമായിരുന്നു. ഫഖീല യാ റസൂലല്ലാഹ്, പ്രവാചകൻ ചോദിക്കപ്പെട്ടു, ഇന്നക തസൂമുൽ ഇത്നൈൻ വൽ ഖമീസ്, പ്രവാചകരെ അങ്ങ് തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ഫഖാല, പ്രവാചകൻ പറഞ്ഞത്, ഇന്ന യൗമൽ ഇത്നൈൻ വൽ ഖമീസ, തീർച്ചയായും തിങ്കൾ, വ്യാഴം ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ യഗ്ഫിറുല്ലാഹു ഫീഹിമാ ലികുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന ദിവസമാണ്. മഗ്ഫിറത്ത് നൽകുന്ന, പാപമോചനം നൽകുന്ന ദിവസം. അല്ലാഹുവിന്റെ മുന്നിൽ മലക്കുകൾ ആ റിപ്പോർട്ടുകൾ, ആ രേഖകൾ ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ അല്ലാഹു അതിങ്ങനെ നോക്കിയിട്ട് തൗഹീദ് ഉൾക്കൊള്ളുന്ന, ശിർക്ക് ചെയ്യാത്ത, സുന്നത്ത് നിലനിർത്തുന്ന, ബിദ്അത്തിന്റെ വഴികൾ തേടാത്ത ആളുകൾക്ക് അതിനു പുറമെ അവരുടെ ജീവിതത്തിൽ ആ ദിവസങ്ങളിൽ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം അല്ലാഹുവിനെ പുറത്തു കൊടുക്കും, മായ്ച്ചു കൊടുക്കും. എന്നിട്ട് പ്രവാചകൻ പറയാ, ഇല്ലാ മുഹ്തജിറൈൻ, പരസ്പരം തെറ്റിപ്പിരിഞ്ഞവർക്കൊഴികെ. എന്തിന്റെ പേരിലാണ് നമ്മൾ വഴക്കിട്ടത്? ചേട്ടനെ കണ്ടൂടാ, പെങ്ങളോട് സംസാരിക്കൂല, സഹോദരങ്ങളുടെ വീട്ടിൽ പോകൂല, തന്റെ കൂടെ വർഷങ്ങളോളം പങ്കുകച്ചവടം ചെയ്തവനെ കണ്ടാലിന്ന് കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥ, അയൽവാസിയെ കണ്ടാലും മുണ്ടൂല, 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ പിണങ്ങി നിൽക്കാൻ പാടില്ല. പരസ്പരം തെറ്റിപ്പിരിഞ്ഞ ആളുകളുടെ റിപ്പോർട്ടുകൾ മലക്കുകൾ സമർപ്പിക്കുമ്പോ യഖൂലു, അല്ലാഹു പറയും, ദഅഹുമാ, അത് വിട്ടേക്ക്, അത് മാറ്റിവെച്ചേക്ക്, ഹത്താ യസ്തലിഹാ, അവർ പരസ്പരം രഞ്ജിപ്പിലാകുന്നത് വരെ, യോജിപ്പിലാകുന്നത് വരെ അവരുടെ കാര്യം മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ട് അതങ്ങ് മാറ്റിവെക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ നമുക്ക് ആരോടും വഴക്കുണ്ടാക്കാൻ പാടില്ല. ആരെ കണ്ടാൽ നമ്മൾ സലാം ചൊല്ലുക, ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക, മനസ്സിൽ വിദ്വേഷം വെക്കാതെ നല്ല മനസ്സോടുകൂടി പരിശുദ്ധ റമദാൻ ഇനി നമ്മിലേക്ക് അടുത്തു വരാൻ എത്ര ദിവസമുണ്ട് സഹോദരങ്ങളെ? 1 മാസം പോലും ഇല്ല. ഇനി ഈ വെള്ളിയാഴ്ച കൂടാതെ ഒരുപക്ഷെ റമദാനിന് മുമ്പ് ആകെയുള്ളത് 3 വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും പിണക്കമോ, കുശുമ്പോ, വിദ്വേഷമോ, അസൂയയോ, പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഹൃദയത്തിൽ നിന്ന് കളഞ്ഞ്, കണ്ടാലൊന്ന് ചിരിച്ച്, കൈ കൊടുത്ത്, ഹസ്തദാനം നടത്തി നല്ല മനസ്സിന്റെ ഉടമകളായി മാറിയില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരില്ല. അവൻ ആ മനസ്സിലാക്കണം, ഡെയിലി മലക്കുകൾ അല്ലാഹുവിന്റെ മുന്നിൽ 2 റിപ്പോർട്ടുകൾ എന്റെയും നിങ്ങളെയും പറ്റി സമർപ്പിക്കുന്നു. പിന്നെ ആഴ്ചയിൽ 2 റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നു. ഇതിനെല്ലാം പുറമെ കൊല്ലത്തിലൊരു റിപ്പോർട്ട് മലക്കുകൾ കൊടുക്കുന്നുണ്ട്, വാർഷിക കണക്ക്. അത് ഏത് മാസത്തിലാണെന്നറിയോ? അത് ശഅബാൻ മാസത്തിലാണ്. അങ്ങനെ ഒരു മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം നസായി ഉദ്ധരിച്ച സുദീർഘമായ ഹദീസിന്റെ ആദ്യ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പ്രവാചകൻ ഈ മാസത്തെ പറ്റി പറയാ, വഹുവ ശഹറുൻ, അതൊരു മാസമാണ്, തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ശഅബാൻ മാസത്തെ പറ്റി പ്രവാചകൻ പറയുകയാണ്, ഈ മാസത്തിൽ അതാ മനുഷ്യരുടെ അമലുകൾ, അവരുടെ കർമ്മങ്ങൾ റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അയ്യുർഫഅ അമലി വഅന സ്വായിമുൻ, എന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഞാനൊരു നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശഅബാനിൽ പ്രവാചകൻ സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കാനുള്ള ഒരു കാരണം എന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ ശഅബാൻ മാസം മുതൽ, അതല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ മാസം മുതൽ ഈ മാസം വരെയുള്ള 12 മാസങ്ങളിൽ ഞാനും നിങ്ങളും കണ്ടതും, തിന്നതും, കുടിച്ചതും, ആസ്വദിച്ചതും, നമ്മൾ ചെയ്തതും, നമ്മുടെ രാവും പകലും, രഹസ്യവും പരസ്യവും എല്ലാം ഒരു വർഷത്തെ റിപ്പോർട്ട് മലക്കുകൾ എല്ലാം എഴുതി കൃത്യമായി രേഖപ്പെടുത്തി ഈ ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ
മുന്നിലേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്, ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. ആ ഘട്ടത്തിൽ ഒരു നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ശഅബാൻ മാസത്തെ ആളുകൾ അശ്രദ്ധമായി കാണും. ഞാൻ അതുകൊണ്ട് നോമ്പ് അധികരിപ്പിക്കുന്നു. ഈ മാസത്തിൽ ഒരു വർഷത്തെ കണക്കുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു, അതുകൊണ്ട് ഈ മാസത്തിൽ ഞാൻ നോമ്പ് അധികരിപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു മാസമാണ് ശഅബാൻ മാസമെന്ന്? നമ്മുടെ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മളൊന്ന് ആലോചിച്ചു, കഴിഞ്ഞ ഒരു വർഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും. ആ ഒരു വർഷത്തിനിടയിൽ ആ കഴിഞ്ഞ റമദാൻ മുതൽ ഈ ശഅബാൻ വരെയുള്ള 12 മാസങ്ങളിൽ എത്ര ആളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രായ വ്യത്യാസമില്ല, ചെറുപ്പക്കാര്, യുവാക്കള്, യുവതികള് പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. എന്റെ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്തു നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? പറഞ്ഞുകൂട്ടിയ തോന്യാസങ്ങൾ എത്ര, ചെയ്തു കൂട്ടിയ ദുഷ്പ്രവൃത്തികൾ എത്ര, എന്തെല്ലാം എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാം അല്ലാഹുവിന്റെ മുന്നിൽ മലക്കുകളെ സമർപ്പിച്ചു. ഇതെല്ലാം അവിടെയുണ്ട്. അവ നാം മറന്നു പോകരുത്. ഡെയിലി 2 റിപ്പോർട്ട്, ആഴ്ചയിൽ 2 റിപ്പോർട്ട്, ഇതിനു പുറമെ കൊല്ലത്തിൽ 1. ഇനി 4ാമത്തെ സന്ദർഭം ഏതാണെന്നറിയോ? ഏതാത്? നമ്മുടെ മരണശേഷം ഒരായുസ് മുഴുവൻ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച കാലമത്രയും നമ്മുടെ എല്ലാവരുടെയും ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും ഒന്നുപോലും വിട്ടുകളയാതെ ക്യാമറ കണ്ണുകളെ പോലും അതിശയിപ്പിക്കുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ മാലാഖമാർ എല്ലാം ഒപ്പിയെടുക്കുകയാണ്, പകർത്തിയെടുക്കുകയാണ്. ഖുർആനിന്റെ പ്രയോഗം എന്നറിയോ? ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് നാം പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അത് പകർത്താൻ നാം ആളെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ ഒപ്പിയെടുക്കണം, സ്കാൻ ചെയ്യാൻ. അതിനു പറ്റിയ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ ഏർപ്പെടുത്തി. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇടതുഭാഗത്തും വലതുഭാഗത്തും ഇരുന്നുകൊണ്ട് ഏറ്റുവാങ്ങുന്നവരെ ഏറ്റുവാങ്ങുന്ന സന്ദർഭം ഏതൊരാളുടെ അടുക്കലും റഖീബും അതീദും ഉണ്ടായിക്കൊണ്ടല്ലാതെ, മനുഷ്യന്റെ നന്മ തിന്മകളെ രേഖപ്പെടുത്തപ്പെടുന്ന മലക്കുകളില്ലാതെ ഒരു ഖൗല്, ഒരു വേർഡ്, ഒരു വാക്ക് ഉച്ചരിക്കാൻ കഴിയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഒരു വാക്ക് പോലും വിട്ടുപോകൂല. ആർക്കെങ്കിലും ഈ മലക്കുകളെ സ്വാധീനിക്കാൻ പറ്റുമോ? കൈകൂലി കൊടുത്തിട്ട് അത് മായ്ച്ചു കളയും, അത് വെട്ടിക്കളയും, പറ്റോ? ഇല്ല. കാരണം എന്താ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹ് കൽപ്പിക്കുന്നത് അക്ഷരം പ്രതി അനുസരിക്കാനല്ലാതെ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാൻ മലക്കുകൾക്ക് കഴിയില്ല. ഒരു വാക്ക് പോലും വിടാതെ നമ്മൾ പെട്ടെന്നൊക്കെ പറഞ്ഞു പോയി അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല, ആരും ഇല്ല പരിസരത്ത്. ഉണ്ട്, റഖീബ് അതീദുണ്ട്. അവരെ എഴുതി കഴിഞ്ഞ് അവരെഴുതാത്തതായി ഒന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ ഒരു പിതാവ് മകന് നൽകുന്ന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരായത്ത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ഇന്നക, നിശ്ചയമായും കാര്യം, ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, അത് കടുകുമണിയിൽ നിന്നുള്ള അത്ര അഥവാ ഒരു അണുത്തൂക്കം, ഒരു കടുകുമണിയോളമുള്ള കാര്യമാണെങ്കിലും, എന്നിട്ടോ മിസ്കാല ഹബ്ബത്തിൻ ഫിൽ അർദി വലാ ഫിസ് സമാ, അത് ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാവട്ടെ, അതൊരു പാറയുടെ ഉള്ളിലോ ആകാശത്തിലോ ഭൂമിയിലോ എവിടെയാണെങ്കിലും ഒരു കടുക് മണിയോളം നിസ്സാരമായ സംഗതിയാണെങ്കിലും അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. വിട്ടുപോകില്ല, ഒന്നും വിട്ടുപോകില്ല. അപ്പൊ നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, നബിയേ, വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീഹി. നീ ഏതെങ്കിലും ഒരു കാര്യത്തിൽ
പ്രവർത്തിക്കുന്നില്ല. അത് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നിന്റെ അടുക്കൽ നാം സാക്ഷിയായിട്ടില്ലാതെ. ഒന്നാമത്തെ സാക്ഷി അല്ലാഹ് തന്നെയാണ്. നിങ്ങൾ ഏതൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും നിങ്ങളുടെ മേൽ ഷഹീദായി സാക്ഷിയായി നാം ഉണ്ടാകാതിരിക്കില്ല. എന്നിട്ട് ആയത്തിന്റെ ബാക്കി എന്താ അറിയോ? നിന്റെ റബ്ബിങ്കൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള കടുക് മണിയുടെ അത്രമാത്രം നിസ്സാരമായ സംഗതിയാണെങ്കിലും നിന്റെ റബ്ബിങ്കൽ നിന്ന് തെറ്റിപ്പോകില്ല. ആ നാഥനിൽ നിന്ന് മറഞ്ഞു പോകില്ല. വലാ അസ്ഗറ മിൻ ദാലിക, ആ കടുക് മണിയേക്കാൾ ചെറുതാകട്ടെ, വലാ അക്ബറ, അതിനേക്കാൾ വലുതാകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായ കിതാബിൽ രേഖപ്പെടുത്തപ്പെടാതെ ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി തരികയാണ്. ജനനം മുതൽ മരണം വരെയുള്ള കടുക് മണിയേക്കാൾ നിസ്സാരമായ കാര്യങ്ങൾ വരെ എല്ലാം ആ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ കിതാബാണ് നാലാമത്തെ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്. വെള്ളിയാഴ്ച ദിവസം ഓതൽ സുന്നത്തായ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ 49-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. വവുദിഅൽ കിതാബ്, കിതാബ് വെക്കപ്പെടുകയാണ്, രേഖകൾ വെക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ പരലോകത്തെ വിചാരണയുടെ കോടതിയിൽ ഞാനും നിങ്ങളും ഹാജരാകുമ്പോ മനുഷ്യ, നിന്റെ ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട കിതാബ് വെക്കപ്പെടുമ്പോ ഖുർആൻ പറയുകയാണ്, ഫതറൽ മുജ്രിമീന, കുറ്റവാളികളായ ആളുകളെ നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുശ്ഫിഖീന, അവരതാ ഭയവിഹ്വലരാൻ, പേടിച്ച് വിറച്ചിരിക്കുകയാണ്. കാരണം എന്താ? മിമ്മാ ഫീഹി, ആ കിതാബിലുള്ള കാര്യത്തെ പറ്റി ആലോചിച്ചുകൊണ്ട് അവർ വല്ലാത്ത ബേജാറിലാണ്, ആകാംക്ഷയിലാണ്. ആ കിതാബ് കാണുമ്പോ വയഖൂലൂന, അവരെല്ലാം വിളിച്ചു പറയുകയാണ്, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, അയ്യോ ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, എന്തുമാത്രം നന്നായിരുന്നേനെ, ഇതെന്തൊരു കിതാബാണ്. മാ ലിഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബാണ്, ഇത് വല്ലാത്ത കിതാബായി പോയല്ലോ. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതോ വലുതുമായ ഒന്നും തന്നെ ക്ലിപ്തപ്പെടുത്താതെ എഴുതി വെക്കാതെ ഈ കിതാബ് ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. നമ്മളെന്താ വിചാരിച്ചത്? രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ, അതല്ലെങ്കിൽ ഞാൻ തനിച്ചായപ്പോ, അതല്ലെങ്കിൽ ആരോടും പറയാത്ത എന്റെ ചങ്കായ, നമ്മൾ പറയും ചങ്കിലെ ചോരയായ എന്റെ കൂടപ്പുറപ്പ്, അതല്ലെങ്കിൽ എന്റെ ചങ്ങാതി, ഏത് പാതിരാക്കും ഏത് തോന്നിയാസത്തിനും ഞാൻ വിളിച്ചാൽ എന്റെ കൂടെ ഇറങ്ങി വരുന്ന എന്റെ ചങ്ങാതി മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരറിഞ്ഞിട്ടില്ല, മഹല്ലാരറിഞ്ഞിട്ടില്ല, വീട്ടുകാരറിഞ്ഞിട്ടില്ല. കൂടെ കടന്ന ഭാര്യയിൽ നിന്ന് മറച്ചു, മക്കളിൽ നിന്ന് മറച്ചു. നാട് വിട്ടു പോയപ്പോ, അന്യ നാട്ടിൽ ചെന്നപ്പോ ഇവിടെ എന്റെ പരിചയമുള്ള ഒരാളില്ല. ഞാൻ എന്ത് ചെയ്താലും ഒരാളും അറിയില്ല എന്ന് കരുതി നീ ചെയ്തു വച്ച ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എന്തൊരു കിതാബാണ്, ഒന്നും വിട്ടു കളഞ്ഞിട്ടില്ലല്ലോ. അവൻ പ്രവർത്തിച്ചത് മുഴുവൻ അവന്റെ മുന്നിൽ ഹാജറുള്ളതായി അവർ കാണുകയാണ്. എന്നല്ലാതെ നിന്റെ റബ്ബ് ഒരാളോടും ഒരു തരി പോലും അനീതി കാണിക്കുന്നതല്ല. ഒരായുസിന്റെ മുഴുവൻ റിപ്പോർട്ടുകൾ അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കുകയാണ്, നമ്മുടെ മുന്നിൽ തുറന്നു കാണിക്കപ്പെടുകയാണ്. ആ കിതാബ് നമ്മുടെ കൈകളിലേക്ക് തരികയാണ്. എന്നിട്ട് പറയും, ഇഖ്റ, നീ വായിക്കണം, കിതാബക, നിന്റെ കിതാബ്, കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്നത്തെ ദിവസം നിന്നെ വിചാരണ ചെയ്യാൻ ഈ കിതാബ് തന്നെ എമ്പാടും മതിയായതാണ്. വേറൊന്നിന്റെ ആവശ്യമില്ല, എല്ലാം ഈ കിതാബിലുണ്ട്. ആ കിതാബ് കിട്ടുന്ന രംഗം അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ ഓതി തരുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയാ, വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ അവരെല്ലാം വിളിച്ചു പറയുകയാണ്, ഇതാ നിങ്ങൾ എല്ലാവരും എന്റെ കിതാബ് നോക്കൂ. സന്തോഷത്തോടെ ആ കിതാബ് ഇങ്ങനെ തുറന്നു കാണിക്കുകയാണ്. നിങ്ങൾ ഈ കിതാബ് ഒന്ന് വായിച്ചു നോക്കണേ. ഇന്നീ വറൻതു അന്നീ മുലാഖിന ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ, ഇങ്ങനെ ഒരു കൂടി
കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫഹുവ ഫീ ഐശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. സന്തോഷത്തോടെ വലത് കയ്യിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ പറയാ, ഇതാ നോക്കിയ എന്റെ കിതാബ് നോക്കിയ, ആനന്ദത്തോടെ സന്തോഷത്തോടെ എല്ലാവരും ഇങ്ങനെ കാണിക്കുക. കാരണം ഇങ്ങനെ ഒരു ഹിസാബ് നേരിടേണ്ടി വരുമെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ തൃപ്തികരമായ ജീവിതത്തിലാണ്, ഉന്നതമായ സ്വർഗത്തിലാണ്. ആ സ്വർഗീയ ലോകത്തെ പഴങ്ങളെല്ലാം അവനിലേക്ക് അടുത്തു വരുന്നതാണ്. അവരോട് പറയപ്പെടും ഫകുലു വശ്റബു, നിങ്ങൾ തിന്നോ, നിങ്ങൾ കുടിച്ചോ, ഹനീഅൻ ആനന്ദത്തോടെ നിങ്ങൾ എല്ലാം ആസ്വദിച്ചോ, ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിന്റെ നന്മകൾ ചെയ്തു വെച്ചതിന്റെ ഫലമാണ് ആസ്വദിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുമ്പോ എന്നാൽ അപ്പോൾ ഏതൊരുവന്റെ ഇടത് കയ്യിലാണോ ഗ്രന്ഥം നൽകപ്പെടുന്നത് ഫയഖൂലു, അവൻ വിളിച്ചു പറയുകയാണ്, യാ ലൈതനീ ലം ഊത കിതാബിയാ, ഇങ്ങനെ ഒരു റിക്കാർഡ്, ഇങ്ങനെ ഒരു കിതാബ് എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, വലം അദ്രി മാ ഹിസാബിയ, ഇങ്ങനൊരു ഹിസാബ് എനിക്ക് നേരിടേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ, യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിച്ചു പോയിരുന്നെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നേനെ. മാ അവന അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരമെല്ലാം എന്നിൽ നിന്നതാ നശിച്ചു പോയിരിക്കുകയാണ്. ഒന്നുകൊണ്ടും പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. പിന്നീട് മലക്കളോട് പറയും, ഖുദൂഹു ഫഗുല്ലു, അവനെ പിടിക്ക്, അവനെ ചങ്ങലകളിൽ ബന്ധിക്ക്. എന്നിട്ടോ സുമ്മൽ ജഹീമ സല്ലൂ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ എടുത്തെറിയൂ, ആ നരകത്തിലിട്ട് അവനെ കഴിക്കൂ. ثم في سلسلة ذرعها 70 ذراعا فاسلكوه, 70 മുഴം നീളമുള്ള ചങ്ങലകളിൽ അവനെ ബന്ധിക്കണം. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? നരകത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് മലക്കളോട് പറയപ്പെടുകയാണ്. ഒരായുസിന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന രംഗം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഡെയിലി 2 റിപ്പോർട്ട് ഉണ്ട്, അതൊക്കെ അല്ലാന്റെ മുന്നിലുണ്ട്. ആഴ്ചയിൽ 2 റിപ്പോർട്ട് ഉണ്ട്, അതവിടെ ഉണ്ട്. കൊല്ലത്തിൽ ഒരു റിപ്പോർട്ട് അത് ശഅബാൻ മാസത്തിൽ സമർപ്പിക്കുന്നു, അതവിടെ ഉണ്ട്. നിനക്ക് പുറമെ ഒരായുസ് മുഴുവൻ നീ ചെയ്തു കൂട്ടിയത് മുഴുവനും ക്യാമറ കണ്ണുകളെ പോലെ ഒപ്പിയെടുക്കുന്ന സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോധമില്ലാതെ അശ്രദ്ധരായിക്കൊണ്ട് ജീവിതം നയിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. എന്റെ കിതാബ് എന്റെ കൈകളിലേക്ക് നൽകപ്പെടുമ്പോ വലത് കൈയിൽ മുന്നിലൂടെ കിതാബ് ലഭിക്കണം. വലത് കൈയിൽ കിതാബ് ലഭിക്കാൻ അവർക്ക് അവരുടെ മുന്നിലൂടെയാണ് ആ കിതാബ് കൊടുക്കുക. അവർക്കൊക്കെ ലഘുവായ വിചാരണ, അവരവരുടെ കുടുംബക്കാരിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകും. ഓരോരു വിഭാഗം മുതുകിന്റെ പിന്നിലൂടെ ഇടത് കൈയിൽ. കാരണം കുറ്റവാളികളായ ആളുകൾ കിതാബ് വാങ്ങാൻ മടി കാണിച്ച് കൈകളിങ്ങനെ പിന്നിലേക്ക് കൊണ്ടുപോകുമ്പോ അവരുടെ ഇടത് കൈയിൽ മുതുകിന്റെ പിന്നിലൂടെ കിതാബ് നൽകപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. വലിയവൻ നാശത്തെ വിളിച്ചുകൊണ്ട് കരയുന്ന ഒരു ദിവസമാണ്. ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്ന ദിവസമാണ്. ഈ ഒരു ഗതികേട് വരാതിരിക്കാൻ എന്റെ കൂടെ എന്റെ മലക്കുകളുണ്ട്, അവർ കാണുന്നുണ്ട്. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, മാന്യന്മാരായ ചില എഴുത്തുകാർ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നുണ്ട്, ഒന്നും വിടാതെ അവർ എഴുതുന്നുണ്ട്. ഇതിന് പുറമെ നിങ്ങളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്നവരായി അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് എപ്പോഴൊരു ബോധം വേണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് നിന്റെ പതിയിൽ നിരീക്ഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി അറിയാൻ കഴിവുള്ളവനാണ് റബ്ബ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, മനസ്സിന്റെ മന്ത്രം അറിയുന്ന നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ നിങ്ങളിലേക്ക് അടുത്തവനായ നിങ്ങളുടെ റബ്ബ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളും ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന സകല രഹസ്യങ്ങളും അറിയുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും ഗൂഢതന്ത്രങ്ങളും എല്ലാം അറിയുന്നവനാണ് റബ്ബ്. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, നിങ്ങളുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും, നിങ്ങളുടെ പാസ്റ്റും നിങ്ങളുടെ ഫ്യൂച്ചറും
ഒരുപോലെ അറിയാൻ കഴിവുള്ളവനായ റബ്ബ് നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹനെ മറന്നിട്ട് ജീവിക്കരുത്. അതുകൊണ്ട് ജീവിതം നന്നാക്കുക. ഇത് ശഅബാൻ മാസമാണ്. റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക, ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക, നന്മകൾ അധികരിപ്പിക്കുക, ജീവിതം നന്നാക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عن عائشة رضي الله عنها تقول كان يكون علي الصوم من رمضان فما أستطيع أن أقضي إلا في شعبان. رواه البخاري. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായി തീരുവാൻ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ശഅബാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ. റമളാൻ മാസത്തിൽ എൻ്റെ മേൽ ബാധ്യതയുണ്ടായിരുന്ന അഥവാ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഫമാ അസ്തതിഉ അൻ അഖ്ദിയ ഇല്ലാ ഫീ ശഅബാൻ. റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പുകളെല്ലാം ഞാൻ പിടിച്ചു വീട്ടിയത് ശഅബാൻ മാസത്തിലാണ്. അപ്പൊ നഷ്ടപ്പെട്ട നോമ്പുകൾ പിടിച്ചു വീട്ടേണ്ട മാസം കൂടിയാണ് ഏത് മാസം? ശഅബാൻ മാസം. അടുത്ത മാസം റമദാനാണ്. അപ്പൊ കഴിഞ്ഞ റമദാനിൽ നമുക്ക് പല നോമ്പും പല കാരണം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. രോഗികളാകാം, യാത്രക്കാരാകാം, ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാവും. അതെന്തെങ്കിലും പ്രായശ്ചിത്തം നൽകി നോമ്പിൽ നിന്ന് അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. കാരണം എന്താ? ആദ്യം വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയാതെ വന്നാൽ അതിന് പകരം ഫിദിയ കൊടുക്കണം, തെണ്ട കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ റമദാനിൽ നോമ്പെടുക്കാൻ കഴിയാതിരുന്ന പല ആളുകളും പിന്നീട് നോമ്പ് പിടിച്ചു വീട്ടാതെ ഫിദിയ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പൊ അല്ലാഹ് പറഞ്ഞു, ആര് ഹാജറുണ്ടോ അവർ നോമ്പെടുക്കണം. ഇനി നോമ്പെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ മാസങ്ങളിൽ നിങ്ങൾ പിടിച്ചു വീട്ടണം. ഇനി ഒരാൾക്ക് കഴിയില്ല, നിത്യരോഗിയാണ്, അയാൾക്ക് കഴിയുന്നില്ല, ശാരീരികമായ അസ്വസ്ഥതകൾ അയാളെ വിട്ടു പോകുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിദിയ കൊടുക്കണം. എന്താ ഫിദിയ? ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. ഒരു മിസ്കീനിന്റെ ഒരു നേരത്തെ ഭക്ഷണം, പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ആഹാരം. ഒരു നേരത്തെ ആഹാരം വാങ്ങി കൊടുക്കുക ഒരു പാവപ്പെട്ടവന് ഒരു നോമ്പിന് പകരമായി. 30 നോമ്പ് നഷ്ടപ്പെട്ടാൽ 30 പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന് 30 നേരം ഭക്ഷണം കൊടുക്കുക. ഒന്നുകിൽ അവന് ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കാനുള്ള അതിനു വേണ്ടതായ വസ്തുക്കൾ, സാധനങ്ങൾ എന്തൊക്കെയാണോ അത് വാങ്ങിക്കൊടുക്കുക, അതല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് ആർക്ക് കൊടുക്കണം? ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ. പാവപ്പെട്ടവൻ എന്നേ പറഞ്ഞുള്ളൂ. അവൻ മുസ്ലിം ആയിരിക്കണം എന്ന് പോലും പറഞ്ഞിട്ടില്ല, നോമ്പ് പിടിക്കുന്നവനായിരിക്കണം എന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ചർച്ചകളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. വളരെ വിശദമായ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്തതാണ്. ആർക്കും കൊടുക്കാം, ഏത് പാവപ്പെട്ടവനും കൊടുക്കാം. പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ആഹാരം, അതാണ് ഒരു നോമ്പിന് പകരമായി നിങ്ങൾ ചെയ്യേണ്ട ഫിദിയ. അപ്പൊ കഴിഞ്ഞ റമദാനിൽ സ്ത്രീകളൊക്കെ നഷ്ടപ്പെട്ട നോമ്പുകൾ പിടിച്ചു വീട്ടിയിട്ടില്ല എങ്കിൽ ഈ ശഅബാനിൽ തന്നെ പിടിച്ചു വീട്ടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, റമദാനിൽ നഷ്ടപ്പെട്ട നോമ്പ് ഞങ്ങൾ പിടിച്ചു വീട്ടിയത് ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് നഷ്ടപ്പെട്ട നോമ്പുകൾ പിടിച്ചു വീട്ടുക. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വല്ല നോമ്പ് കടമുണ്ടായിരുന്നെങ്കിൽ പിടിച്ചു വീട്ടാൻ കഴിയുമെങ്കിൽ പിടിച്ചു വീട്ടുകയോ അതല്ലെങ്കിൽ ഫിദിയ കൊടുക്കുകയോ, അങ്ങനെ എന്തെല്ലാം കടങ്ങളുണ്ടോ എല്ലാ കടങ്ങളും തീർത്ത് റമദാനിനെ സ്വീകരിക്കാൻ 3 ആഴ്ച കൂടിയുള്ളൂ. റമദാനിനെ സ്വീകരിക്കാനായി നമ്മൾ എല്ലാവരും ശാരീരികമായും മാനസികമായും ഒരുങ്ങുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അതിനുള്ള ആഫിയത്ത് നാഥൻ പ്രദാനം ചെയ്യുമാറാകട്ടെ, ദീർഘായുസ്സ് നാഥൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും റമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ.